Hi all, welcome to Edus Academy. അപ്പോൾ നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് അല്ലേ? നമുക്ക് ഇനി ഏകദേശം ഒരു 5 ആഴ്ച നമുക്ക് പറയാൻ പറ്റും അല്ലേ? 5 ആഴ്ചയാണ് നമ്മുടെ എക്സാമിനൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ, ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള എല്ലാ സമയമായിട്ടുണ്ട്. സ്പീഡൊക്കെ ഒന്ന് മാറ്റി കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് കുറച്ചുകൂടെ സിൻസിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. വളരെ നന്നായിട്ട് പഠിക്കുക. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മുടെ ജോലിയുടെ പ്രത്യേകത, ജോലിയുടെ ഗ്ലാമർ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നെക്കാളും നന്നായിട്ട് അറിയാമായിരിക്കും അല്ലേ? നമ്മൾക്ക് പലർക്കും ഗവൺമെന്റ് ജോലിയുടെ ആവശ്യകത എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം വളരെ നന്നായിട്ട് പഠിക്കുക, ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ച്വലി ഇതുപോലെ ചെറിയ കുറച്ച് ടോപ്പിക്സ്, അത് നിങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ് ചെറിയ ടോപ്പിക്സ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെ. സാധാരണ നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന ഒരു ഏരിയ ആണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിസർച്ച് അല്ലെ. പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു എന്നൊക്കെ കംപ്ലൈന്റ് പറയുന്ന ഏരിയാസ് ആണ്. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതൊരിക്കലും കളയാൻ കഴിയാത്തതാണ്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോവാം. ഇന്ന് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിലെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് കേട്ടോ, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഏരിയ ആണ്. നമുക്ക് അതിന്റെ ജസ്റ്റ് അതിന്റെ ഡെഫിനേഷൻ ഒന്ന് കണ്ടുപോകാം. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദോസ് ഡിസയേർഡ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് സ്പെസിഫിക് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി ഓർ സ്പെസിഫിക് ടീച്ചർ ലേണിംഗ് ആക്ടിവിറ്റി. അതായത് ഇവിടെ വളരെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവം ഇങ്ങനെ ഡെഫിനേഷൻ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ കാര്യം അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പഠിപ്പിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ബിഹേവിയറിൽ, അതാണ് ഇമ്പോർട്ടന്റ്, അതായത് കുട്ടികളുടെ ബിഹേവിയറിൽ എത്രത്തോളം മാറ്റം വരണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ് ഈ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. സോ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ദോസ് ഡിസൈഡ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ എത്രത്തോളം മാറ്റം വരണം എന്നതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുക. അതെങ്ങനെ വരിക? ആസ് എ റിസൾട്ട് ഓഫ് സ്പെസിഫിക് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി. അതായത് ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ അതിന് സ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി ഉണ്ടാകും. അതിനുവേണ്ടി ആക്ച്വലി ടീച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള ടീച്ചർ ലേണർ ആക്ടിവിറ്റീസും ഉണ്ടാകും. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുക? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. സോ ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ആണ് എന്ന് ഓർക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ദിസ് ഈസ് ഫോക്കസ് മോർ ഓൺ ദ ലേണേഴ്സ് പെർഫോമൻസ്. ഇത് നമ്മുടെ ലേണേഴ്സിന്റെ പെർഫോമൻസിനെയാണ് ഫോക്കസ് ചെയ്യുക. ഓൾസോ നോൺ ആസ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്ത് പറയും? ലേണിംഗ്. ഈ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് കൂടി പറയും. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർക്കുക. നെക്സ്റ്റ് ആക്ച്വലി ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതിന്റെ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇതിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ജനറൽ ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തേത് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ്സ്, മൂന്നാമത്തേത് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ജനറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുക? സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ അല്ലെ, ഒരു സ്ഥാപനം ആസ് എ ഹോൾ ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോളോ ചെയ്യുക. ജനറലി ഫോളോഡ് ബൈ ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് ദ സെയിം എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. സപ്പോസ് നോക്കിക്കേ, ഒരു BSc നഴ്സിംഗ് ഒരു പ്രോഗ്രാം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സോ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സെയിം ഒബ്ജക്റ്റീവ്സ് ഫോളോ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് ഒരു പ്രത്യേക സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് അല്ല. പകരം ഈ കോഴ്സ് നടത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടി ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുക, അല്ലെങ്കിൽ ജനറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുക. എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്റ്റുഡൻസ് അക്വയർ നോളജ് ആൻഡ് ഏബിൾ ടു പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് കെയർ ടു ദ ക്ലയൻസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ ഹെൽത്ത് ആൻഡ് സിക്നസ്. അതായത് നമ്മളിപ്പം നഴ്സിംഗ് പഠിക്കുന്നത് എന്തിനാണ്? സ്റ്റുഡൻസിനെ നമ്മൾ ഒരു ഫുൾ കേപ്പബിൾ ആയിട്ട് മാറ്റണം, അല്ലെങ്കിൽ കേപ്പബിൾ ആയിട്ട് സ്റ്റുഡൻസ് മാറണം. എന്തിനാണ്? പ്രൊവൈഡ്, അതായത് നമ്മുടെ പേഷ്യൻസിന് ആവശ്യമുള്ള കെയർ, അതായത് കോംപ്രിഹെൻസീവ് കെയർ കൊടുക്കാനായിട്ട് കേപ്പബിൾ ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ മാറ്റണം. അതിനു വേണ്ടിയാണ് അവർ നഴ്സിംഗ് പഠിക്കുക. സോ ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരിക. രണ്ടാമത്തേത് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറയാം.
എന്താണത്? ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇസ് റിലേറ്റഡ് ടു പെർട്ടിക്കുലർ ലേണിംഗ് എക്സ്പീരിയൻസ് ഓർ സബ്ജക്ട് മാറ്റർ. അപ്പം ഒരു കോഴ്സ് നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാധകമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ജനറൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു. പക്ഷേ പകരം ഇവിടെ നമ്മൾ എന്താണ് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെറിവേറ്റീവ്സിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുക. ഇത് ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും അല്ലെങ്കിൽ ഓരോ കോളേജസിലും ഉള്ള കരിക്കുലം കമ്മിറ്റിയാണ് ഈ ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക സ്റ്റുഡൻസ് അക്വയർ നോളജ് ആൻഡ് ഏബിൾ ടു provide comprehensive care to the patients with eye, ear and nose conditions or diseases. അതായത് ഐ ഡിസീസ് ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ENT ഡിസീസ് ഉള്ള പേഷ്യൻസിന് അവർക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ്സിൽ കൂടെ ആണ്. ഇനി മൂന്നാമത്തേത് ഏതായിരുന്നു? മൂന്നാമത്തേത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുക. എന്താണ്? സ്പെസിഫിക് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം ആൻഡ് കറസ്പോണ്ടിങ് ടു ഈച്ച് സ്പെസിഫിക് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി. നമ്മൾ ഓരോ കാര്യവും പഠിപ്പിക്കുമ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട്, അതിന് പ്രിസൈസ് ആയിട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള, മെഷർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സിനാണ് നമ്മൾ എന്ത് പറയുക? ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. ഇത് ആരാണ് ഫോർമുലേറ്റ് ചെയ്യുക? ഇത് ആ പെർട്ടിക്കുലർ സബ്ജക്ട് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഫോർമുലേറ്റ് ചെയ്യുക. സോ ഫോർമുലേറ്റ് ബൈ ദ ടീച്ചർ അറ്റ് ദ ഇൻസ്ട്രക്ഷണൽ ലെവൽ. കേട്ടോ, ഇതിനാണ് നമ്മൾ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്ലൂംസ് ടാക്സോണമി. അല്ലെ, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ആക്ച്വലി നമ്മൾ ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുക. 3 കാര്യങ്ങളാണ് ഇതിൽ വരിക അല്ലെ. അതായത് ഒന്നാമത്തേത് കോഗ്നിറ്റീവ് ഡൊമൈൻ, രണ്ടാമത്തേത് അഫക്റ്റീവ് ഡൊമൈൻ, മൂന്നാമത്തേത് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക കോഗ്നിറ്റീവ് ഡൊമൈനെ കുറിച്ചാണ് കേട്ടോ. ബാക്കിയുള്ളത് ആക്ച്വലി നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും, കാരണം അത് കുറച്ച് ലെങ്തിൽ പോകുന്ന ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ്. സോ എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുക? കൺസേൺ വിത്ത് ദ നോളജ് ആൻഡ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് അല്ലേ. അതായത് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ നോളജ്, അവന്റെ അറിവ് ഇംപ്രൂവ് ആകുന്നുണ്ടോ, അവന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നുണ്ടോ? സോ ഇത് രണ്ടുമാണ് ഇതിലാ കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരിക. അപ്പൊ ബേസിക്കലി നിങ്ങൾ ഓർക്കേണ്ട കാര്യം ചോദിക്കാറുണ്ട്, കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇത് നോളജും കൂടാതെ ഇന്റലക്ച്വൽ എബിലിറ്റീസും കൺസേൺ ചെയ്തിട്ട് വരുന്നത് തന്നെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുക. അതായത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ അറിവ് സംബന്ധിച്ച ഡൊമൈനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിക്കേ, അഫക്റ്റീവ് ഡൊമൈൻ. എന്താണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുക? ഇപ്പൊ നമ്മൾ നഴ്സിംഗ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് പലപ്പോഴും പറയാറുണ്ട് അല്ലേ, നിനക്ക് ആറ്റിറ്റ്യൂഡ് വേണം അല്ലെ, നിനക്ക് പേഷ്യന്റ് കെയർ സംബന്ധിച്ച് അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ നടത്താനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനസ്സും ഒക്കെ വേണം എന്ന് പറയാറുണ്ട് അല്ലേ. സോ ഇതാണ് ബേസിക്കലി അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുക. അതായത് കൺസേൺ വിത്ത് ദ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റുഡന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവൻ നമ്മുടെ ഈ ഒരു സർവീസ് കൊണ്ട് അല്ലെങ്കിൽ സർവീസിന് എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത്, അവൻ എത്രത്തോളം താല്പര്യത്തോടു കൂടിയാണ് പേഷ്യന്റ് കെയറിൽ ഇൻവോൾവ് ആവുക കേട്ടോ. അപ്പൊ ഇതാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരിക. മൂന്നാമത്തേത് സൈക്കോ മോട്ടോർ ഡൊമൈൻ ആണ്. ബേസിക്കലി കൺസേൺ വിത്ത് മോട്ടോർ സ്കിൽസ്. അതായത് നമ്മുടെ നഴ്സിംഗിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കിൽസ് എന്ന് പറയുക അല്ലെ. സോ ഈ സ്കിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഡൊമൈനെയാണ് നമ്മൾ സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയുക. അപ്പൊ നോക്കിക്കേ, ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുമ്പോൾ അത് ക്യാപ്പ് എന്ന് ഓർക്കുക. അതായത് കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് തേർഡ് വൺ ഇസ് സൈക്കോ മോട്ടോർ ഡൊമൈൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കോഗ്നിറ്റീവ് ഡൊമൈനെ കുറച്ച് ഡെപ്തിലാണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം മെയിൻലി ഈ കോഗ്നിറ്റീവ് ഡൊമൈനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 6 ലെവൽസ് അല്ലെങ്കിൽ 6 സ്റ്റെപ്സ് ഉള്ളതായിട്ട് നമുക്ക് അറിയാം. അതായത് നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. അങ്ങനെ 6 സ്റ്റെപ്സ് അല്ലെങ്കിൽ 6 ലെവൽസ് ആണ് ഈ കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ലെവൽ ഓഫ് നോളജ് കൂടാതെ ഇന്റലക്ച്വൽ എബിലിറ്റീസ്, ഇതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുക. അപ്പൊ നോക്കിക്കേ, എന്താണ് നോളജ്? എന്താണ് നോളജിന്റെ മലയാളം നമുക്ക് പറയുകയാണെങ്കിൽ അറിവ് എന്ന് പറയല്ലേ. അതായത് റീകോൾ ഓഫ് എ സ്പെസിഫിക് ഫാക്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, അവരത് ഓർത്ത് പറയുന്നു അല്ലെ. ഇതിനാണ് നമ്മൾ നോളജ് എന്ന് പറയുക. രണ്ടാമത്തെ നോക്കിക്കേ, കോംപ്രിഹെൻഷൻ. ഈ നോളജ് എന്ന് പറഞ്ഞാൽ ഈ കോഗ്നിറ്റീവ് ഡൊമൈനിൽ വളരെ ബേസിക് ലെവലിൽ വരുന്ന കാര്യമാണ് നോളജ്. അതായത് അറിവ് ഇംപ്രൂവ് ചെയ്യുക, അത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. കുട്ടിയുടെ ചിന്താശേഷി കാര്യങ്ങളൊന്നും ഇവിടെ നോളജ് ലെവലിൽ വരുന്നില്ല. നോക്കിക്കേ, അപ്പൊ എന്താണ് ഈ രണ്ടാമത്തെ ലെവലായിട്ടുള്ള കോംപ്രിഹെൻഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ദ ലേണേഴ്സ് എബിലിറ്റി to make limited use of information in the form of translation, interpretation and extrapolation. കേട്ടോ, ടൈ എന്ന് ഓർത്താൽ മതി കേട്ടോ. കോംപ്രിഹെൻഷൻ എന്തൊക്കെയാണ് വരിക? ടൈ ആണ് വരിക. ടൈ, TIE, ടൈ. എന്തൊക്കെയാണ്? ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്, ഇന്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്, മൂന്നാമതായിട്ട് എക്സ്ട്രാപുലേഷൻ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ട്രാൻസ്ലേഷൻ, എന്താണ് ഇന്റർപ്രിട്ടേഷൻ, എന്താണ് എക്സ്ട്രാപുലേഷൻ? നമുക്കത് നോക്കാം. അതായത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അതിന്റെ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇതിനെ വിവർത്തനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവും. പുള്ളി എന്താ ചെയ്യുക? ഈ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം അവരുടെ പ്രാദേശിക ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്ത് പറഞ്ഞു കൊടുക്കും അല്ലേ. അതായത് ഇംഗ്ലീഷ് നമുക്ക് കേരളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരാൾ പറയുന്ന കാര്യത്തിന് മലയാളത്തിലാക്കി പറഞ്ഞു കൊടുക്കും അല്ലേ. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ നോളജിന്റെ ജസ്റ്റ് മുകളിലത്തെ ലെവലാണ്, അല്ലെങ്കിൽ തൊട്ട് അടുത്ത ലെവലാണ് ഈ കോംപ്രിഹെൻഷൻ എന്ന് പറയുക. അതിൽ ബേസിക്കലി വരിക ട്രാൻസ്ലേഷൻ ആണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഒരു മെഡിക്കൽ ഡയഗ്നോസിസ്, ഇപ്പം ഒരു ഫിസിഷ്യൻ ഒരു പേഷ്യന്റിന് മെഡിക്കൽ ഡയഗ്നോസിസ് ചെയ്തു എന്ന് ഇരിക്കട്ടെ. സപ്പോസ് ഹെപ്പറ്റൈറ്റിസ് എന്ന ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് ചെയ്തു എന്ന് ഇരിക്കട്ടെ. സോ ആക്ച്വലി ഈ മെഡിക്കൽ ഡയഗ്നോസിസ് നമ്മൾ പോയി പേഷ്യന്റിനോട് പറയുകയാണ് പേഷ്യന്റിന് എന്താ ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പൊ പേഷ്യന്റ് ഒരു പക്ഷേ മനസ്സിലാകണമെന്നില്ല അല്ലേ. അപ്പൊ എന്താണ്, ഈ പേഷ്യന്റ് അറിയാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും അല്ലെ. അതായത് ലിവറിനെ ബാധിക്കുന്ന അസുഖമാണ്, ലിവർ സെൽസിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം ഉണ്ടാകുന്ന അസുഖം ആണെന്നൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലെ. സോ ഈ ഒരു നമ്മുടെ ഈ ഒരു കഴിവിനെയാണ് നമ്മൾ ഈ ട്രാൻസ്ലേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രാൻസ്ലേഷൻ. അപ്പൊ ഇത് എവിടെയാണ് വരിക? കോംപ്രിഹെൻഷനിലാണ് വരിക. സെക്കൻഡ് ലെവലാണ് കോഗ്നിറ്റീവ് ഡൊമൈനിൽ. നെക്സ്റ്റ് നോക്കിക്കുക, ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളൊരു കാര്യം പറയുന്നത് എന്ത് ചെയ്യുക, അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കുക. അതായത് ഇപ്പം ബേസിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ ലാബ് വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പൊ സപ്പോസ് ഒരു പേഷ്യന്റിന്റെ ഹീമോഗ്ലോബിൻ ലെവൽ 8 gram/dL ആണ് എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ആക്ച്വലി പേഷ്യന്റിനോട് പോയി പറയുകയാണ് പേഷ്യന്റിന്റെ ഹീമോഗ്ലോബിൻ ലെവൽ 8 gram/dL ആണ്. ആക്ച്വലി അത് പേഷ്യന്റിന് പ്രത്യേകിച്ച് ഒരു സെൻസും കൊടുക്കുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റിനോട് പറയണം ഈ ഹീമോഗ്ലോബിൻ എന്താണ്, നമ്മുടെ ബ്ലഡിലെ ഒരു മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. സോ അതിന്റെ വാല്യൂസ്, നോർമൽ വാല്യൂസ് വരിക ഒരു 13 to 16 ഒക്കെയാണ് മെയിൽസിന്, ഒരു 13 to 16 അല്ലെങ്കിൽ 18 ഒക്കെയാണ് മെയിൽസിന്റെ ഒരു നോർമൽ വാല്യൂ ആയിട്ട് വരിക. പക്ഷേ പേഷ്യന്റിന് എന്താണ്, അത് കുറവാണ്, ഒരു 8 gram/dL ഉള്ളൂ. അപ്പൊ ഒരുപാട് താഴെയാണ് വരിക. സാധാരണ അനീമിയ പോലെയുള്ള അസുഖങ്ങളിലാണ് അല്ലെങ്കിൽ രോഗങ്ങളിലാണ് ഇങ്ങനെ ഹീമോഗ്ലോബിൻ ലെവൽ ഒത്തിരി താഴ്ന്നു വരിക എന്ന് എന്ത് ചെയ്യുന്നു, ആ നമുക്ക് കിട്ടിയ നോളജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു അല്ലെ. അതിനാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുക. മനസ്സിലായല്ലോ. അപ്പം ഈ കോംപ്രിഹെൻഷനിൽ വരുന്നതാണ് ഒന്ന് ട്രാൻസ്ലേഷൻ, രണ്ടാമത്തേത് ഇന്റർപ്രിട്ടേഷൻ, ആൻഡ് മൂന്നാമത്തേത് എന്താണ്, എക്സ്ട്രാപുലേഷൻ. എന്താണ് എക്സ്ട്രാപുലേഷൻ എന്ന് പറയുക? അതായത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സെറ്റിങ്ങിലേക്ക് നമ്മൾ അത് പരിവർത്തനം ചെയ്ത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മുടെ നോളജ് നമ്മൾ നമ്മുടെ സെറ്റിങ്ങിലേക്ക് പരിവർത്തനം ചെയ്ത് കൊണ്ടുവരുന്നു. അതിനാണ് നമ്മൾ എക്സ്ട്രാപുലേഷൻ എന്ന് പറയുക. സപ്പോസ് ഇപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ സ്റ്റെപ്സ് ഒക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ക്ലിനിക്സിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവിടെ പോയിട്ട് നമുക്ക് അറിയുന്ന ഇൻഫെക്ഷൻ കൺട്രോളിന്റെ സ്റ്റെപ്സ് നമ്മൾ അവിടെ അത് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ പ്രാക്ടീസിലേക്ക് യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എക്സ്ട്രാപുലേഷൻ എന്ന് പറയുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ, ട്രാൻസ്ലേഷൻ, ഇന്റർപ്രിട്ടേഷൻ, എക്സ്ട്രാപുലേഷൻ, ഇത് കോംപ്രിഹെൻഷന്റെ അണ്ടറിൽ വരുന്നതാണ് കോഗ്നിറ്റീവ് ഡൊമൈനിൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ ലെവൽ ഏതാണ്? മൂന്നാമത്തെ ലെവല് ആപ്ലിക്കേഷൻ ലെവലാണ് അല്ലെ. ആപ്ലിക്കേഷൻ എന്താണ്? ആപ്ലിക്കേഷൻ എന്ന് പറയുക അതായത് എബിലിറ്റി ടു യൂസ് ദ ലേൺഡ് മെറ്റീരിയൽ സച്ച് ആസ് റൂൾസ്, പ്രിൻസിപ്പിൾസ് എക്സെട്ര ടു ന്യൂ ആൻഡ് റിയൽ സിറ്റുവേഷൻസ്. നമ്മളൊരു പുതിയ സിറ്റുവേഷനിൽ പോയിട്ട് നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ എന്താണ്, അവിടെ അപ്ലൈ ചെയ്യുന്നതിനാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുക. ഇത് ആക്ച്വലി നമ്മുടെ ഈ കോഗ്നിറ്റീവ് ഡൊമൈനിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. നാലാമത്തെ എന്താണ്? അനാലിസിസ്. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഡെഫിനേഷൻ ഒക്കെ തന്നിട്ട് ചോദിക്കാം, ഇത് എന്ത് ടേം ആണ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ എന്താണ് അനാലിസിസ് എന്ന് പറയുക? എബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ഇൻഫോർമേഷൻ ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് പാർട്ട് ലൈക്ക് എലമെന്റ്സ് ഓഫ് ഇൻഫോർമേഷൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലമെന്റ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇൻഫോർമേഷൻ. അതായത് നമുക്കൊരു ഇൻഫോർമേഷൻ ആസ് എ ഹോൾ ഉണ്ട് എങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മോൾ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് എടുക്കുന്നു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഈ അനാലിസിസ് എന്ന് പറയുക. ക്ലിയർ ആയോ? അനാലിസിസ്. അടുത്ത 5ാമതായിട്ട് വരുന്നത് സിന്തസിസ് ആണ്. ഈ അനാലിസിസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സിന്തസിസിൽ വരിക.
ലേണർ ഈസ് എക്സ്പെക്ടഡ് ടു കമ്പൈൻ വേരിയസ് പാർട്സ് ടു ഫോം എ ന്യൂ ഹോൾ. അതായത് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് നമ്മൾ ഈ അനാലിസിസിൽ ഡിവൈഡ് ചെയ്തല്ലോ, ആ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്സിന് എന്താണ് ഒരുമിച്ച് ആക്കിയിട്ട് കമ്പൈൻ ചെയ്ത് ഒരു ഹോൾ ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സിന്തസിസ് എന്ന് പറയുക. അതായത് ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ പെപ്റ്റിക് അൾസർ അല്ലെ, പെപ്റ്റിക് അൾസർ എന്ന ഡിസീസിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ എന്താണ് പെപ്റ്റിക് അൾസർ? നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പഠിക്കുന്നു, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പഠിക്കുന്നു, ഡയഗ്നോസിസ് പഠിക്കുന്നു, അതിന്റെ മാനേജ്മെന്റ്, മെഡിക്കൽ മാനേജ്മെന്റ് പഠിക്കുന്നു, ഡയറ്റ് മാനേജ്മെന്റ് പഠിക്കുന്നു, ആവശ്യമാണെങ്കിൽ സർജിക്കൽ മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്നു അല്ലെ. സോ ഇതാണ് എന്താ അനാലിസിസ് എന്ന് പറയുക. അതായത് നമ്മൾ ഡെഫിനേഷൻ പഠിച്ചു, റിസ്ക് ഫാക്ടേഴ്സ് പഠിച്ചു, ഇറ്റിയോളജി പഠിച്ചു, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പഠിച്ചു, ഡയഗ്നോസിസ് പഠിച്ചു, ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയുക? അനാലിസിസ് എന്ന് പറയുക. സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ നോളജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ് എ ഹോൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ നോളജ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്ലിനിക്കൽ പേർപ്പസിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്സിൽ നമ്മുടെ പേഷ്യൻസിന് കോംപ്രഹെൻസീവ് കെയർ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുക? സിന്തസിസ് എന്ന് പറയുക കേട്ടോ. സിന്തസിസ് എന്ന് പറയുക. മനസ്സിലായല്ലോ? അനാലിസിസും സിന്തസിസും. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ലേണർ ഈസ് എക്സ്പെക്ടഡ് ടു കമ്പൈൻ വേരിയസ് പാർട്സ് ടു ഫോം എ ന്യൂ ഹോൾ. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പല ആസ്പെക്ട്സ് ആയിരുന്നു പെപ്റ്റിക് അൾസർ ഡിസീസിൽ പറഞ്ഞത് എങ്കിൽ അതിനെ ആസ് എ ഹോൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് ഇന്ന കാര്യമാണ് സിന്തസിസിൽ വരിക. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഇന്ന കാര്യമാണ് ഈ പെപ്റ്റിക് അൾസറിൽ വരിക. അതിനാണ് നമ്മൾ സിന്തസിസ് എന്ന് പറയുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേഷൻ. കൺസേൺ വിത്ത് ദ എബിലിറ്റി to judge the value of material for a given purpose. അതായത് നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അതിന്റെ ഇഫക്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് എന്ത് പറയുക? ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇവാലുവേഷൻ എന്ന് പറയുക. അപ്പൊ നമ്മൾ കോഗ്നിറ്റീവ് ഡൊമൈനിൽ മെയിൻലി 6 ലെവൽസ് പറഞ്ഞു. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ അല്ലെ. അതിൽ കോംപ്രിഹെൻഷനിൽ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു: ട്രാൻസ്ലേഷൻ, ഇന്റർപ്രിട്ടേഷൻ, എക്സ്ട്രാപ്പുലേഷൻ. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി ആക്ച്വലി അതെന്തായിരുന്നു? അത് ഒരു നമ്മുടെ ടാക്സോണമിയിൽ പറഞ്ഞ ഒരു ഓൾഡർ വെർഷൻ. നമുക്ക് ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നോക്കിക്കേ, ഈ 1956 ബ്ലൂം പുട്ട് ഫോർവേഡ് അല്ലെങ്കിൽ ബ്ലൂം എക്സ്പ്ലെയിൻ ചെയ്ത ലെവൽസ് ആയിരുന്നു നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് ആക്ച്വലി ബേസിക്കലി നൗൺ വെച്ചിട്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. പക്ഷെ അത് 2001 ആയപ്പോഴത്തേക്ക് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിന്റെ കൺസെപ്റ്റ് സെയിം തന്നെയാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം മാറ്റം വരുത്തിയതിനു ശേഷം എന്ത് ചെയ്തു? അത് വേർബ് ഫോമിലാക്കിയിട്ടുണ്ട്. എന്തിനാണ്? ബ്ലൂംസ് ടാക്സോണമി. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി നോളജ് എന്ന് പറയുന്ന ടേം എങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്? റിമെമ്പർ, അതായത് കാര്യങ്ങൾ ഓർത്ത് എടുക്കുക എന്നുള്ള അർത്ഥം വരുന്ന റിമെമ്പർ ആക്കിയിട്ടുണ്ട്. കോംപ്രിഹെൻഷൻ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ്, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ആസ്പെക്റ്റിൽ അണ്ടർസ്റ്റാൻഡ് എന്നാക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അപ്ലൈ ആക്കിയിട്ടുണ്ട്. അനാലിസിസ് അതുപോലെ തന്നെ നിൽക്കുന്നു. സിന്തസിസ് ആക്ച്വലി എന്ത് ചെയ്തു? സിന്തസിസ് എന്ന് പറയുന്നത് ക്രിയേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റ് എന്ന വേർബ് ആക്കി മാറ്റിയിട്ട് അത് ടോപ്പ് ലെവലിലേക്ക് പോയി. ഇവിടെ ഉണ്ടായിരുന്ന ടോപ്പ് ലെവലിൽ ഉണ്ടായിരുന്ന ഇവാലുവേഷൻ എന്ത് ചെയ്തു? ഇവിടെ 5th ലെവലിലേക്ക് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് ആക്ച്വലി ബേസിക്കലി ഈ ബ്ലൂംസ് ടാക്സോണമിയിൽ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ 2001 ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അതായത് ഈ 1956 ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടും ചോദിക്കാം, അതല്ല 2001 ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ചോദിക്കാം. ഇതാണ് നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി ഇന്ന് പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ബാക്കി, അതായത് അതിന്റെ അഫക്റ്റീവ് ഡൊമൈൻ ഉണ്ട്, സൈക്കോമോട്ടർ ഡൊമൈൻ ഉണ്ട്, അതിന് ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്, ആക്ച്വലി നമുക്കിപ്പോൾ റിവിഷൻ ബാച്ചാണ് റണ്ണിങ് ആയിട്ട് വരിക. റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ ആ സ്റ്റഡി സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. എല്ലാവരും വരുന്ന എക്സാം നന്നായിട്ട് എഴുതി എല്ലാവർക്കും ജോലിയൊക്കെ ലഭിക്കാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.